കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? കുഞ്ഞ് പലതരത്തിലുള്ള ഹങ്കർ ക്യൂസും കാണിക്കുന്നതായിരിക്കും. ചിലപ്പം ഞെളിഞ്ഞു പിരിഞ്ഞു കുത്തുന്നു, കുഞ്ഞ് വാ തുറന്നുകൊണ്ട് വരുന്നു, കുഞ്ഞ് ഒരു സൈഡിലേക്ക് മുഖം മാറ്റുന്നു, വാ തുറന്ന് ഇങ്ങനെ ആ ബ്രസ്റ്റ് തപ്പി തപ്പി വരുന്നു. ചിലപ്പം മലമൂത്രം പോയി കഴിയുമ്പോഴത്തേക്കും എക്സസീവായിട്ട് കരയുന്നു, അജിറ്റേറ്റഡ് ആകുന്നു. അവർക്ക് ആ ഒരു യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് കരഞ്ഞ് റെഡായിട്ട് കുഞ്ഞ് ഇങ്ങനെ നുണച്ചിൽ കാണിക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹങ്കർ ക്യൂസ് ആയിരിക്കും കൊച്ചു കാണിക്കുക. അപ്പോൾ കുഞ്ഞിന് നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇന്നതുപോലെ ആയിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ കുഞ്ഞിനെ മനസ്സിലാക്കി നമ്മൾ ഫീഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഒരു പൊസിഷൻ അങ്ങനെ ഇന്നതുപോലെ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇരുന്നുകൊണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ. കാരണം നമുക്ക് മുഖം അമരത്തില്ല, കൃത്യമായിട്ട് അമ്മയ്ക്ക് പിടിച്ചു കൊടുക്കാം. ബ്രസ്റ്റ് ആണെങ്കിലും അമ്മയ്ക്ക് യു ഷേപ്പിലോ വി ഷേപ്പിലോ നമുക്ക് കുഞ്ഞിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ നിപ്പിൾ മാത്രമല്ലാതെ ഏരിയോള് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലോട്ട് പോകുകയും കുഞ്ഞിനെ ആഞ്ഞു വലിച്ച് ഞൊണഞ്ഞു കുടിക്കാനായിട്ട് കംഫർട്ടബിൾ ആകുകയും ചെയ്യും. കിടന്ന് പാല് കൊടുക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ന്യൂ ബോൺ ബേബീസിന് ഒരിക്കലും കിടന്ന് പാല് കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും സേഫ്. വിക്കി പോകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയില്ലാതെ വന്നു കഴിഞ്ഞാൽ ആസ്പിറേഷൻ വരും, ഇയർ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കിടന്നുകൊണ്ട് പാല് കൊടുക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഉചിതം. ശ്രദ്ധ, ജാഗ്രത ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ ഉറങ്ങി പോകരുത്.